ഈ സിനിമയിൽ എന്തെങ്കിലും തിക്തമായിട്ട് അനുഭവങ്ങളുണ്ടായിരുന്നു? എന്നെ ഒരുപാട് ഹേർട്ട് ചെയ്തത് ഫീമെയിൽ ആർട്ടിസ്റ്റുകളായിരുന്നു ആ ബിഗിനിങ് സമയത്തൊക്കെ. പേര് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും വല്ലാത്ത, അതായത് ഫുഡിൻ്റെ കാര്യത്തിനൊക്കെ എന്നെ ഇൻസൾട്ട് ചെയ്തു. എറണാകുളത്ത് ഇങ്ങനെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് ഇങ്ങനെ ഫുഡ് എന്താ പറയാൻ വേണ്ടി വന്നപ്പം അവർ നമ്മുടെ കാതിൽ വീഴുന്ന രീതിയിൽ, പുതിയ ആൾക്കാരൊക്കെ അല്ലേ, എന്തിനാ അതിൻ്റെ ആവശ്യം, കരിമീൻ കഴിച്ചില്ലെങ്കിൽ ഇറങ്ങില്ലേ എന്നൊക്കെ ചോദിച്ചു. എനിക്ക് വല്ലാതെ, എൻ്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഫുഡിൻ്റെ കാര്യത്തിലെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വല്ലാതെ ഹേർട്ടാവും. അപ്പോൾ എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞു, മോളെങ്ങ് വാ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു. അപ്പോൾ പോയപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു, അവർ വേറെയും 1-2 പടങ്ങളിൽ എന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വേണ്ട, നിനക്ക് നീ കഴിക്കണ്ട, വാ എന്ന് പറഞ്ഞു. മോശമായിട്ടുള്ള കാര്യമല്ലേ ഫുഡെന്നൊക്കെ പറയുമ്പോൾ. ഫുഡിന്റെ കാര്യത്തിനൊക്കെ അതൊക്കെ ഇത് പണ്ടുള്ളൊരു സംഭവമായിരുന്നു. അതായത് അവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ന്യൂ കമർ അല്ലേ, അവർക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത്. അപ്പം അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോള് ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് അമ്മ നേരെ അവിടെ എറണാകുളത്ത് ഗ്രാൻഡ് ഹോട്ടലിൽ അവിടെ പോയിട്ട് ഒരു 4-5 കരിമീനൊക്കെ വാങ്ങിച്ചുകൊണ്ടൊന്ന് കഴിച്ച് ഇതാക്കി. അത് കഴിഞ്ഞ് അവർ തന്നെ, ഞങ്ങൾ വേറൊരു ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അപ്പം എനിക്ക് ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ടോന്ന് ചോദിച്ചാൽ അല്ല, അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വേറൊരു ഫിലിമിന് പോകണം. അപ്പോൾ അന്ന് വൈകുന്നേരത്തെ ട്രെയിനിൽ ഞങ്ങൾ പോകണം. ഇവർ വേണമെന്നും പറഞ്ഞ് 10 ടേക്ക് 12 ടേക്ക് എടുക്കും. എനിക്കറിയാം 10 ടേക്ക് 12 ടേക്ക് എടുക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ഡയറക്ടർ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എടി കൊച്ചേ, നിനക്കും അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ല ചേട്ടാ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത്? അല്ല, ഒന്നുമില്ല എന്ന്. അപ്പോൾ ഡയലോഗ് പറയും, തെറ്റ് വരും. ഡയലോഗ് വരും, ഡയലോഗ് പറയും, തെറ്റ് വരും. നമ്മുടെ കോൺഫിഡൻസും പോകും. കോൺഫിഡൻസും പോകും. അപ്പോൾ അതായത് 1 പ്രാവശ്യം ഓക്കെ, 2 പ്രാവശ്യം ഓക്കെ, 3 പ്രാവശ്യം ഓക്കെ, പിന്നെ നമുക്ക് മനസ്സിലാവില്ലേ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു ആർട്ടിസ്റ്റ് ഇതുപോലെ ലൊക്കേഷൻ, അതും ബിഗിനിങ് ടൈമിൽ തന്നെയാണ്. ലൊക്കേഷനിൽ ഇങ്ങനെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി അവരിങ്ങനെ ഒരു വലിയൊരു മറ്റേ ടേബിളൊക്കെ ഇട്ട് കസേരയൊക്കെ ഇട്ടിട്ട്, അപ്പം ഇലയാണ് വെച്ചത്. അപ്പോൾ ഊണ് കഴിക്കാൻ വരൂ എന്ന് പറഞ്ഞപ്പം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി പോയപ്പോൾ, നോ 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 യു ഗോ ആൻഡ് സിറ്റ് ദേർ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അതായത് നീ ഇവിടെ ഇരിക്കണ്ട, സീനിയേഴ്സാണ്, നീ ഇവിടെ ഇരിക്കണ്ട, അവിടെ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒക്കെ ഞാൻ അവിടെ ചെന്ന് ഞാൻ അമ്മയുടെ അടുത്തോട്ടങ്ങ് പോയി. അപ്പം എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും പറയുമായിരുന്നു, നിനക്കെന്നും പറഞ്ഞൊരു കാലം വരും, അന്ന് നീ മധുരമായിട്ട് പകരം ചോദിക്കാൻ പറഞ്ഞു. എന്നെ ഇൻസൾട്ട് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അവരുടെ അടുത്ത് മധുരമായിട്ടൊരു പകരം ഞാൻ ഒരിക്കൽ മീറ്റ് ചെയ്തു. അത് മദ്രാസിൽ വെച്ചിട്ട്. അവര് ഒരു ഷൂട്ടിങ്ങിന് വേണ്ടി ഒരു സ്റ്റുഡിയോയിൽ വന്നു. സ്റ്റുഡിയോയിൽ വന്നപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയം, ഇപ്പൊ നമ്മുടെ മേക്കപ്പ് റൂമിൽ വെളിയിൽ ആൾക്കാർ 10 പേര് അങ്ങനെയൊക്കെ നിൽക്കണു. അപ്പൊ ഞാൻ എന്തോ ഒരു കാര്യത്തിന് ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വെളിയിലോട്ട് വന്നപ്പോൾ അവരിങ്ങനെ ഇവിടെ നിൽക്കണു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തെവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇല്ല, എനിക്ക് മേക്കപ്പ് റൂമില്ല ഇരിക്കാനെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ മറ്റേ ഇതിൽ ഫ്ലാഷ് ബാക്ക് ഇത് പോകുമല്ലോ, അതൊക്കെ ഇങ്ങനെ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഷോർട്ട് റൈഡിനാണ്, ചേച്ചി അകത്തിരിക്കുക എന്ന് പറഞ്ഞിട്ട് അവരെ വിളിച്ച് ഞാൻ കൊണ്ടുപോയി എൻ്റെ റൂമിനകത്ത് ഇരുത്തിയിട്ട് ഞാൻ എൻ്റെ അസിസ്റ്റൻ്റ് അടുത്ത് പറഞ്ഞു, അവരുടെ അസിസ്റ്റൻ്റ് വന്നിട്ടില്ലായിരുന്നു, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുക, അവരുടെ അസിസ്റ്റൻ്റ് വരുന്നവരെ നിങ്ങൾ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്തിയിട്ട് ഞാൻ പോയി. അതൊരു മധുരമായ പ്രതികാരമാണ്. അത് ചെയ്തു കഴിഞ്ഞപ്പോൾ മനസ്സിൻ്റെ അകത്ത് ഒരു 3ാമത്തെ ഡോറിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ചെറിയ ഒരു ഇതില്ലേ, അതുണ്ടായിരുന്നു. അഹങ്കാരം കളർന്ന ഒരു ഇതില്ലേ, അതുണ്ടായിരുന്നു. അല്ല, അവർക്കും അവർ തളർന്നു പോയി കാണും. അവരെന്നെ ചേച്ചി അകത്തിരിക്കുന്ന പറയുമ്പോൾ അവരെന്നെ ഇങ്ങനെ നോക്കി. ആ നോട്ടത്തിൽ തന്നെ അവർക്കും മനസ്സിലായി, എനിക്കും മനസ്സിലായി രണ്ടുപേരും ഉദ്ദേശിച്ചെന്താണ്. അങ്ങനെ ഇൻസൾട്ടിങ് ഒക്കെ നമ്മുടെ ഫീൽഡിൽ എല്ലാവർക്കും ഉണ്ടായി, ഞാൻ മാത്രമല്ല. അല്ല, എൻ്റെ അടുത്ത് പ്രിയനില്ലേ, പ്രിയദർശൻ, പ്രിയൻ ആദ്യം വളരെ സ്ട്രഗിൾ ചെയ്താണ് ഈ ഡയറക്ഷന്. അപ്പം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട് പലരുടെ കൂടെ. അപ്പൊ അങ്ങനെ പ്രിയന് ഏതോ ഒരു കമ്പനിയിൽ പോയപ്പോഴത്തേക്ക്, കമ്പനിയൊക്കെ എനിക്കറിയാം, ഞാൻ പറയുന്നില്ല, പോയപ്പോഴത്തേക്ക് ഈ വറുത്ത മീനിന് കണക്ക് പറഞ്ഞിട്ട് പ്രശ്നമുണ്ടാക്കി അതിന്റെ പ്രൊഡ്യൂസർ. അത് പ്രിയൻ ഇപ്പോഴും ഈ മത്തി വറുത്ത ഉണ്ടല്ലോ, മത്തി വറുത്ത കാണുമ്പോൾ ഞങ്ങൾ വളരെ റപ്പൗട്ടാണല്ലോ, കാണുമ്പോഴത്തേക്ക് പ്രിയൻ പറയടാ ഈ മത്തിയുടെ കഥ ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ 1000 പ്രാവശ്യം പറഞ്ഞു കളയാ. എനിക്കും അതെ. അപ്പൊ പറഞ്ഞു, പ്രിയൻ പറഞ്ഞേടാ എന്റെ മനസ്സിൽ നിന്ന് പോവില്ല. സത്യം, അത് സത്യമാണ് കേട്ടോ. അത്
അതുപോലെ എനിക്ക് എറണാകുളത്ത് പോയി ആ ഗ്രാൻഡ് ഹോട്ടലിന്റെ മുമ്പ് കൂടെ പോയി കഴിഞ്ഞാൽ ഇത് ഓർമ്മ വരും. അതുപോലെ തന്നെ ആരെങ്കിലും കരിമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അപ്പൊ സങ്കടം വരും. എന്ത് ഇൻസൾട്ട് ആയതെന്നറിയോ? തീ വെച്ച് തുടങ്ങുന്ന പേരാണോ? ഇല്ല சொல்ல மாட்டேன்.